ഹലോ നമസ്കാരം, റഫീഖ് ഓടുമുഖാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളെ കാരാട്ടുകുറിനെ കുറിച്ച് തന്നെയാണ്. കേരളത്തിലെ 5 ജില്ലകളിലായിട്ട് 14ഓളം ബ്രാഞ്ചുകളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് പൂട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പ്ലാൻഡ് ആയിട്ട് ആളുകളെ പറ്റിച്ചിട്ട് മുങ്ങിയതാണെന്ന്. കാരണം പറ്റിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് അവർ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നിരവധി സാധാരണക്കാരടക്കമുള്ള ഒരുപാട് ആളുകളാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവരെ നമുക്ക് വെറുതെ വിടാൻ പറ്റൂല. കാരണം ഒരു മുന്നറിയിപ്പില്ലാതെ അവിടുത്തെ സ്റ്റാഫുകളെയും അതുപോലെ ഓരോ ദിവസവും പണിക്കൂലിയിൽ നിന്ന് മിച്ചം വെച്ച് കൊടുക്കുന്ന കുഞ്ഞു തുട്ടുകളൊക്കെയാണ് ഈ ഓരോ അതുമായിട്ട് മുങ്ങിയിട്ടുള്ളത്. അപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ 2 പേര്, അതായത് സന്തോഷും മുബഷിറും, ഇവരെവിടെ കണ്ടാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരെവിടെ പോയാലും നമുക്ക് മുങ്ങരുത്. നമ്മളെ പറ്റിച്ച് ഇനി ഒരു മലയാളിനെ ഇവർ പറ്റിച്ച് മുങ്ങാൻ പാടില്ല. ഇവർ ലോകത്തിന്റെ എവിടെ ഉണ്ടെങ്കിലും പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിലേക്ക് ആക്കണം. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന 2 ആൾക്കാരെ എവിടെ കണ്ടാലും ഏത് രൂപത്തിൽ കണ്ടു കഴിഞ്ഞാലും ആളുകൾ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. ഒരു പേര് മാറാം, ചിലപ്പോൾ രൂപം മാറാം, എല്ലാം മാറാം. എന്നാലും ഇവരുടെ ഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് ദൃഢമായി പഠിച്ചു വെച്ചിട്ട് ആളുകൾ എവിടെ ഉണ്ടെങ്കിലും, കാരണം മലയാളീസ് ഇല്ലാത്ത സ്ഥലമല്ല. അപ്പോൾ ഇവര് കാരണം ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. മുക്കം ബ്രാഞ്ചിലൊക്കെ ഇപ്പോൾ നിയമ പോരാട്ടമായിട്ട് നടന്നു, എല്ലായിടത്തും ഉണ്ട്. 5 ജില്ലകളിലെ 14 ബ്രാഞ്ചുകൾ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് ഇവർ മുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വേറെ പേരിലും ഇവർ ചിട്ടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി വെച്ച അതേപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മളിനി ചിട്ടിയിൽ കൂടുമ്പോൾ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് 100% അല്ല 150% ട്രസ്റ്റഡ് ആയിട്ടുള്ളടത്ത് മാത്രം കൂടുക. പലരുടെയും മോഹന വാഗ്ദാനങ്ങളിൽ നമ്മൾ വീഴാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു കാര്യത്തിന് നമുക്ക് മാക്സിമം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഈ ഇരകൾക്ക് നമ്മൾ കൊടുക്കണം. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.